ഇവിടെ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കേന്ദ്രത്തിന് ആശമാരുടെ സമരം കേരളത്തിൽ മാത്രമല്ലെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടെന്നും യു പിയിലടക്കമുള്ള ആശമാർക്കുള്ള വേതനമൊക്കെ നമ്മൾ പലയാവർത്തി ചർച്ച ചെയ്തതാണ്. പോട്ടെ, അന്നൊന്നും ആ സമരം കാണാതിരുന്ന കേരളം, കേന്ദ്രം, സുരേഷ് ഗോപിയൊക്കെ വന്ന് ആ സമരപ്പന്തൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയപ്പോഴേക്കും കേന്ദ്രം അത് മനസ്സിലാക്കുന്നു. നഡ്ഡ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ശ്രീ ടി പി ജയേന്ദ്രൻ, പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹാഷ്മി, ഒരു പ്രഖ്യാപനമെങ്കിലും ഉണ്ടായി എന്നും നമുക്ക് ചിന്തിക്കാം. നോക്കൂ, ഇവിടെ ആശാ വർക്കർമാർ, നമ്മുടെ CPOയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ മാസങ്ങളായി അല്ലെങ്കിൽ ദിവസങ്ങളായി സമരത്തിലാണ്. നാളിതുവരെ നമ്മൾ കേട്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ സമരം നയിക്കാനുള്ള അവകാശം കേരളത്തിലെ 2 സംഘടനകൾക്കേ ഉള്ളൂ. അതൊന്ന് CITU ആണ്, മറ്റൊന്ന് INTUC ആണ്. ഈ 2 ഞങ്ങളോട് ചോദിക്കാതെ ആരാണ് കേരളത്തിൽ സമരം ചെയ്യാനുള്ള, പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിച്ചത്? ഞങ്ങൾക്കാണ് ഇതിനുള്ള അട്ടിപ്പേർ അവകാശം എന്നുള്ളതല്ലേ ഒരു തർക്കം. മാത്രവുമല്ല, ഇവിടെ ഹാഷ്മി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ആശാ വർക്കർമാരുടെ സമരം ന്യായമല്ല എന്ന അവകാശം ആർക്കുമില്ല. ആശാ വർക്കർമാർക്ക് 2 തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക അപര്യാപ്തമാണ് എന്നും അത് വർദ്ധിപ്പിക്കണമെന്നുമുള്ള കാര്യത്തിലും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും, കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഭരണമില്ലാത്തവർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? 2 സർക്കാരുകളുടെ സമീപനമാണ് ഹാഷ്മി നമ്മൾ ചിന്തിക്കേണ്ടത്. നോക്കൂ, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, ഇത് ലോകത്തിൻ്റെ മുമ്പിൽ പുതിയൊരു മുദ്രാവാക്യമായിട്ട് അവതരിപ്പിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടം നടത്തിയ ഇടതുപക്ഷം മനസ്സുള്ള കൂടുതൽ ആളുകളുടെ സംസ്ഥാനമാണ് കേരളം. നാളിതുവരെ താങ്കൾ തന്നെ പറഞ്ഞു, അല്പം വൈകിയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി മൗനം പാലിച്ചിരുന്ന ഒരുപറ്റം ആളുകൾക്ക് പോലും നിശബ്ദത പാലിക്കാനാവുന്നില്ല. ഹാഷ്മി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ വായിൽ നിന്നും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് AKG സെന്ററിലെ ക്യാപ്സ്യൂളുകളല്ല. നോക്കൂ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അവരുടെ വിഹിതം പറ്റി, ഭരണത്തിന് ഓരം പറ്റി, ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യം പറ്റിയ സച്ചിദാനന്ദൻ പറയുന്നു, കോർപ്പറേറ്റ് CEOയെ പോലെ പെരുമാറുന്നത് എൻ്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം ലജ്ജിക്കുന്നതോടൊപ്പം പറയുന്നു, ദൗർഭാഗ്യകരമാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഹാഷ്മി, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞു, ചർച്ച നടത്തുന്നത് പ്രഹസനത്തിനു വേണ്ടിയാണ്. ചർച്ച നടത്തുന്നത് ശുദ്ധമായിട്ടല്ല. ഇന്നൊരു പക്ഷേ ഈ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ തൊട്ട് തലേ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ പലരും പറഞ്ഞു ആരുടെയും പിന്തുണയില്ല എന്ന്. ഒരു കാര്യം ഹാഷ്മി നമ്മൾ തുറന്ന് സമ്മതിക്കണം, കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇവരുടെ പിന്തുണ എത്രയുണ്ട് എന്നും ഇവർക്ക് ആരാണ് തൊഴിൽ കൊടുത്തത് എന്നും ഇവർ എന്ത് തൊഴിലാണ് ചെയ്തത് എന്നും നമുക്കിപ്പോൾ വ്യക്തമാകുന്നു. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വടകര സമ്മേളനത്തിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എല്ലാ സമ്മേളനത്തിലും എങ്ങനെയാണ് ആൾക്കാരെത്തുന്നത് എന്ന് ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആശാ വർക്കർമാരെയും ഈ നമ്മുടെ തൊഴിലുറപ്പുകാർക്കും കേന്ദ്ര പദ്ധതിയാണ് എന്നൊക്കെ നമ്മൾ പറയും ഹാഷ്മി. പക്ഷേ ഇവർക്ക് പണി കൊടുക്കുന്നത് ആരാ? ഇവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ പണി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് വടകരയിലെ മുഖ്യമന്ത്രിയുടെ സമ്മേളന നഗരിയിൽ കൂവാൻ പോലും ആളുകളെ കിട്ടിയില്ല? 1% പിന്തുണയാണ് എന്ന് പറയുന്ന അസ്കറും പ്രേമയും 1% പിന്തുണയാണെങ്കിൽ വടകരയിൽ ഒഴിഞ്ഞ കസേരകളെ നോക്കി കൊഞ്ഞനം കുത്തിയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുമായിരുന്നോ? ഇവരാർക്കാണ് പണി കൊടുക്കുന്നത്? പദ്ധതിയുടെ പേര് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ പേര് പറയും, പക്ഷെ തൊഴിൽ കൊടുക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ തൊഴിലും ചെയ്യണം. ആശാ വർക്കർമാർ എടുക്കേണ്ട പണി മാത്രമല്ല, 8 മണിക്കൂർ. സുരേഷ് ഗോപിക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട, അന്യായമാണോ? ഞാൻ പറയും, സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ആശാ സമര പന്തലിലോട്ട് പോകണ്ട, അവർക്ക് വടിയും കുടയും ഒന്നും എടുത്ത് കൊടുക്കണ്ട. അവിടെ പിന്നെയും മഴ പെയ്തിട്ടുണ്ട്, അവിടെ പിന്നെയും മഴ പെയ്തപ്പോൾ ടാർപ്പോയോ കുടയോ കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയും നാളെ വിഷുവാണ് കേട്ടോ, നാളെ വിഷു കൈ നീട്ടമായി പോകുന്നത് നമുക്ക് കാണാമല്ലോ. പൊങ്കാലക്കൊല ഇപ്പോൾ കൊടുക്കേണ്ട സുരേഷ് ഗോപി കൊടുക്കും. സുരേഷ് ഗോപി ഇപ്പോൾ ആ പന്തലിലേക്ക് കാണാനേ ഇല്ല, BJP നേതാക്കളെയും കാണാൻ. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണയും പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കുറ്റമൊന്നുമല്ല. എവിടെയും എന്താണ് പണം ഉലുത്തിയിടുന്ന മരമൊന്നുമില്ല എന്ന് മാധ്യമങ്ങൾ നേരെ ചാടിക്കയറി സുരേഷ്. അദ്ദേഹത്തിന്റെ ശൈലീശീലം അത് പോട്ടെ, അത് വിട്ടേക്കൂ. ഈ പ്രഖ്യാപനം ഉണ്ടായിട്ട് എത്ര നാളായെന്നേ? JP നഡ്ഡ പാർലമെന്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ട് എത്ര നാളായി? ശരി, താങ്കൾ ഈ പറയുന്നത് പോലെ ഈ സർക്കാർ തൊഴിലാളി വിരുദ്ധമാണെന്ന് രാഷ്ട്രീയമായി അംഗീകരിക്കുക. തൊഴിലാളി വിരുദ്ധമല്ലാത്തൊരു സർക്കാർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അവിടെ. ആ സർക്കാർ എന്ത് ചെയ്തു ടി പി ജയേന്ദ്രൻ ഈ പറയുന്ന വാചകവടി അല്ലാതെ? അല്ല ഹാഷ്മി, ഇതിന് എന്നാണ് ഇതിന്റെ കാലാവധി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്? കേരളത്തിലെ ഇടതു മാധ്യമ പ്രവർത്തകന്മാർ എത്ര ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണമെന്നാണ്? ഹാഷ്മി, ഈ വേദിയിൽ വന്ന് 2 പേര് ഒരു കാര്യം പറഞ്ഞു,
എത്ര തീർപ്പ് കൽപ്പിക്കും? ഞങ്ങളൊന്ന് വിളിച്ചു വരുത്തി എത്ര ദിവസം കൂടെ തീർപ്പ് കൽപ്പിക്കും മാഷെ? 63-ാം ദിവസമാണ് ഈ സമരം. 63 ദിവസമാണ് ഈ സമരം, ഇവിടുത്തെ സമരം. ഗുജറാത്തിൽ കൂട്ടത്തോടെ നിങ്ങൾ പിരിച്ചുവിട്ടു. 2000-ഓളം പേരെ നിങ്ങൾ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. അതുണ്ടായില്ലല്ലോ ഇവിടെ. എങ്ങനെ കേട്ടില്ല? അല്ല ഹാഷ്മി, ഗുജറാത്തിൽ 2000-ഓളം ആരോഗ്യ പ്രവർത്തകർ സമാനമായ ആവശ്യം നടത്തിയവരെ കൂട്ടത്തോടെ പണിയിൽ പിരിച്ചുവിട്ടു നിങ്ങളുടെ സർക്കാർ. അല്ല ഹാഷ്മി, കുറച്ച് മുമ്പേ ഇവിടെ ചോദിക്കുമ്പോൾ ഗുജറാത്തിലേക്ക് പോകുന്ന നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ ബാനർ കണ്ടിട്ടുണ്ടോ? കേരള ആശാ വർക്കർമാരുടെ സമരം, ഹാഷ്മിയുടെ പിന്തുണയ്ക്കുന്ന സംഘടനയുടെ തൊഴിലാളികൾ അവിടെ ഉണ്ടല്ലോ, അവിടെ വലിയ സംഘടനയില്ലേ? അവരും ഇത്തരത്തിലുള്ള സമരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസ്ഥാന സർക്കാരിന് ചെയ്തോ? ഹാഷ്മി തന്നെ ഇവിടെ പറഞ്ഞു, വിലക്കയറ്റം കൊണ്ട് കൊടികുത്തി വാഴുന്ന കേരളത്തിൽ, നികുതി ഊറ്റിക്കുടിക്കുന്ന കേരളത്തിൽ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹാഷ്മി നേരെ ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്തിലെ കാര്യം നോക്കാൻ ഹാഷ്മി ഗുജറാത്തിലെ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരില്ലേ? ഗുജറാത്തിൽ അത്ര തൊഴിലാളി വിരുദ്ധത കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞതാ. ഗുജറാത്തിൽ അത്രയുമുള്ള തൊഴിലാളി വിരുദ്ധത കേരളത്തിൽ ഇല്ല എന്നതിന്റെ ഉദാഹരണം ഞാൻ മുന്നോട്ട് വെച്ചതാ. അവരുടെ ആശമാരുടെ വേതനം പുറത്തു പറയാൻ കൊള്ളാത്ത വേതനമാണ്. സമരം നടത്തിയ ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിടുക രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലേ? പിന്തുണയില്ലാതെ ഇത്രയും വലിയ സമരം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്തുണയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണിൽ വലിയ കോലുകൾ കിടക്കുക, എന്നിട്ട് നിങ്ങൾ പറയുകയാണ് കേരളത്തിന്റെ കണ്ണിൽ കരട്, കേരളത്തിന്റെ കണ്ണിൽ കരട് എന്ന് പറയാ നിങ്ങൾ. ഹാഷ്മി, കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ കാണുന്ന കോലൊന്നും പലപ്പോഴും കോലും കരടും അല്ലാതായി പോയിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടതല്ലേ? അത് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കാര്യത്തിലായാലും കേരളത്തിലെ വോട്ടിന്റെ കാര്യത്തിലായാലും ഹരിയാനയുടെ കാര്യത്തിലായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ കാണുന്ന കോല് കരട് പോലുമല്ല. മാത്രമല്ല ഹാഷ്മി, ഇതൊന്നും വിലയിരുത്തേണ്ടത് നമ്മളല്ലല്ലോ, ന്യായാധിപന്മാർ, ഈ രാജ്യത്തെ തൊഴിലാളികളല്ലേ. ആശാ വർക്കർമാരുടെ പ്രതിനിധികളും CPIയുടെ പ്രതിനിധിയും ഈ യോഗത്തിലുണ്ട്. ഈ രണ്ട് സമരത്തെയും ഈ ക്യാപ്സൂൾ കൊണ്ട് ഹാഷ്മി വിചാരിച്ച വഴിതെറ്റി തിരിച്ചുവിടാൻ സാധിക്കുമോ? കഴിഞ്ഞ 63 ദിവസം ഇവർ സഹന സമരം നടത്തിയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഹാഷ്മി, ഇതിനെ വഴിതെറ്റിക്കാനും കേന്ദ്രത്തിന്റെ തലയിലേക്ക് തള്ളിവിടാനുമുള്ള നിങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. ഇതിൽ പരം എന്ത് തെളിവ് ഹാഷ്മി നമുക്ക് കിട്ടേണ്ടത്? ഇപ്പൊ കേന്ദ്രമാഷെ ഒരു കുൽസിതവുമില്ല. ഞാൻ പറയുന്നത് കണക്കുകൾ വെച്ചാണ്, ഞാൻ പറയുന്നത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചാണ്. ഈ സമരം തുടങ്ങി കേന്ദ്രം എന്തോ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതയാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് സുരേഷ് ഗോപി വീണ ജോർജിന് പിന്തുണ അർപ്പിച്ച് പോയ സുരേഷ് ഗോപി പിന്നെ ആ പന്തലിലെ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ ആശമാരുടെ വേതനം തുലോം തുച്ഛം, പുറത്തു പറയാൻ കൊള്ളാത്തത്ര നാണംകെട്ട വേതനമാണെന്നും അവിടെ സമരം നടത്തിയ ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വസ്തുതയാണ്, സത്യമാണ് പറഞ്ഞത്.